ക്ലാസ് ഗ്രാഫ് തിയറിയുടെ കഴിഞ്ഞ ബേസിക് ഡെഫിനിഷൻസ് ആയിരുന്നു ക്ലാസ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഡെഫിനിഷൻസ് തന്നെയാണ്. അപ്പോൾ ഗ്രാഫ് തിയറിയുടെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും പ്രിലിംസ് ആയിട്ടുള്ള ബേസിക് ഡെഫിനിഷൻസ് നമുക്ക് ത്രൂ ഔട്ട് എല്ലാ മൊഡ്യൂൾസിലും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്ന ഫൈനൈറ്റ് ഗ്രാഫ് അല്ലെങ്കിൽ ലൂപ്സ്, പാരലൽ എഡ്ജസ് എന്ന് പറയുന്ന ഓരോ വേർഡ്സും നമുക്ക് പിന്നെ അത് ഫെമിലറൈസ്ഡ് ആവണം. അതുകൊണ്ട് ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ഡെഫിനിഷൻസും കറക്റ്റ് ആയിട്ട് അത് നോട്ട് ചെയ്യാനും അത് ഫിഗറിൽ വരച്ച് മനസ്സിലാക്കാനും ശ്രദ്ധിക്കാം. ഞാൻ കഴിഞ്ഞ പോർഷൻസ് എടുത്തത് വരെയുള്ള നോട്ട്സ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊരു നോട്ടായി പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ കയ്യിലുണ്ടാവണം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഗ്രാഫില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഫൈനൈറ്റ് ഗ്രാഫ് ആൻഡ് ഇൻഫൈനൈറ്റ് ഗ്രാഫ് വരെയാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇന്ന് ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി. ഒരു ഗ്രാഫിന്റെ ഇൻസിഡന്റ് വെർട്ടെക്സസ് എന്താണ്, അല്ലെങ്കിൽ ഇൻസിഡന്റ് എഡ്ജസ് എന്താണ്, അതുപോലെ ആ ഗ്രാഫിന്റെ ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്തെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനായി 5 വെർട്ടെക്സും 7 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫ് ഞാനിവിടെ വരയ്ക്കാം. വെർട്ടിസസിനെ നമ്മൾ സ്മോൾ ലെറ്റർ V1, V2 എക്സെട്ര Vn കൊണ്ടും എഡ്ജസിനെ E1, E2 എക്സെട്ര സ്മോൾ ലെറ്റർ En വരെയുള്ള ലെറ്റേഴ്സുമായിട്ടാണ് സാധാരണ ഡിനോട്ട് ചെയ്യുക. ഇനി അതല്ല ABCD 1, 2, 3 അങ്ങനെ ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് വെർട്ടെക്സും എഡ്ജസും ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. ഇപ്പൊ ഇതൊരു 5 വെർട്ടെക്സ് ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്യുന്ന എഡ്ജസ് 7 ഞാനിവിടെ ഈ ഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ദിസ് ഇസ് എ ഗ്രാഫ് വിത്ത് 5 vertices and 7 edges. ഇതൊരു ഗ്രാഫാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഗ്രാഫ്. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൽ ലൂപ്സും പാരലൽ എഡ്ജസും ഉണ്ടാവില്ല. ഇവിടെ V2 എന്ന വെർട്ടെക്സിൽ ഒരു ലൂപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ V1, V3 എന്ന വെർട്ടിസസിനിടയിൽ പാരലൽ എഡ്ജസ് ഉണ്ട്. അതായത് 2 വെർട്ടിസസിനിടയിൽ മോർ ദാൻ 1 എഡ്ജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ എഡ്ജ് എന്ന് വിളിക്കുക. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ സിമ്പിൾ ഗ്രാഫ്. E4, E5, E6, E7 ഇതാണ് ഗ്രാഫ്. ഹിയർ ഈ ഗ്രാഫില് V1, V3 ഈ 2 വെർട്ടെക്സിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഈസ് 2 എഡ്ജസ് അല്ലെ. ഈ 2 ഗ്രാഫിനെയും കണക്ട് ചെയ്തിട്ട് E4, E5 എന്ന 2 എഡ്ജസ് ഉണ്ട്. അതുപോലെ V1, V2 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ V1 ആൻഡ് V2 ദർ ഈസ് ആൻ എഡ്ജ് E3. അതുപോലെ V4, V5 എന്ന വെർട്ടെക്സ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ആൻ എഡ്ജ് E7. Therefore, the vertices are these edges E7 is known as incident with the vertex V4 and V5. അതുപോലെ E3 ഈ edge is incident with V1 and V2. Similarly, the edge E4 and E5 incident with V1 and V3. So, ഒരു വെർട്ടിസസിനെ കണക്ട് ചെയ്തുകൊണ്ട് 2 വെർട്ടിസസിനെ കണക്ട് ചെയ്തുകൊണ്ട് അവരെ കണക്ട് ചെയ്ത് ഒരു എഡ്ജ് നമുക്ക് ആ ഒരു ഗ്രാഫിൽ ഉണ്ടെങ്കിൽ we can say that the edge incident with that vertex. ഓക്കെ, അപ്പൊ ഇവിടെ E7 ഈ V4, V5 എന്ന ഈ വെർട്ടിസസുമായിട്ട് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, similarly we can say that the edge E3 is incident with V1 and V2. അതുപോലെ നമുക്ക് V1, V4 എന്ന വെർട്ടെക്സിനെ എടുക്കാം. V1, V4 എന്ന വെർട്ടിസസ് നമുക്ക് പറയാം there is no edge between V1 and V4. V1നും V4നും ഇടയിൽ നമുക്ക് വേറെ ഒരു എഡ്ജും കാണുന്നില്ല. therefore these vertices ഇവിടെ എന്താ പറയാം, there is no edge in between V1 and V4. So ഇൻസിഡന്റിന്റെ ഡെഫിനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻസിഡന്റ് ഒരു
വെർട്ടിസസ് അല്ലെങ്കിൽ ആ എഡ്ജസ് വെർട്ടിസസുമായി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെർട്ടിസസുകൾക്കിടയിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് എഡ്ജസ് ആർ നോൺ ആസ്, ആ എഡ്ജസിനെ നമുക്ക് പറയാം ദ എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ഇനി ഇവിടെ കണ്ടു V1നും V3ക്കും ഇടയിൽ നമുക്ക് രണ്ട് എഡ്ജസ് ഉണ്ട് അല്ലെ. സോ വി ക്യാൻ സേ ദാറ്റ് V1 ആൻഡ് V3 ആർ അഡ്ജസെന്റ്. അതായത് ഒരു നൈബേഴ്സ് ആണ്, ഇവർക്കിടയിൽ ഒരു കണക്ഷൻ ആയിട്ട് ഒരു എഡ്ജ് ഉള്ളത് കൊണ്ട് ആ വെർട്ടിസസിനെ നമുക്ക് അഡ്ജസെന്റ് എന്ന് വിളിക്കാം. ഈ എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടിസസ് V1 ആൻഡ് V3. സിമിലർലി V1 ആൻഡ് V2 ആർ അഡ്ജസെന്റ് വെർട്ടിസസ്. അവർക്കിടയിൽ ഒരു എഡ്ജ് E3 ഉണ്ട്. ദാറ്റ് എഡ്ജ് ഈസ് ഇൻസിഡന്റ് വിത്ത് V1 ആൻഡ് V2. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം E7 ഈസ് ഇൻസിഡന്റ് വിത്ത് the vertices V4 and V5. Therefore, V4 and V5 are said to be adjacent vertices. അങ്ങനെയാണെങ്കിൽ V1ഉം V4ഉം നമുക്ക് പറയാം അവിടെ എഡ്ജസ് ഒന്നുമില്ല. Therefore, these vertices are not adjacent. Okay, there is not adjacent vertices. അപ്പൊ ഈ ഗ്രാഫിൽ നിന്ന് ഇൻസിഡന്റും അഡ്ജസന്റും ക്ലിയർ ആയി കാണും. അടുത്തത് ഡിഗ്രി ആണ്. ഓക്കെ, അഡ്ജസന്റ് മീൻസ് വെർട്ടിസസുകൾക്കിടയിൽ എഡ്ജ് ഉണ്ടെങ്കിൽ ആ വെർട്ടിസസുകളെ നമുക്ക് അഡ്ജസന്റ് വെർട്ടിസസ് എന്ന് പറയാം. ഓക്കെ, ആ വെർട്ടിസസുകൾ തമ്മിൽ എഡ്ജ് കൊണ്ട് കണക്റ്റഡ് ആണ്. സോ ദാറ്റ് വെർട്ടിസസ് ആർ നോൺ ആസ് അഡ്ജസന്റ് വെർട്ടിസസ്. ഇവിടെ നോക്കിയാൽ അറിയാം V1ഉം V5ഉം കണക്ട് ചെയ്ത് നമുക്കൊരു എഡ്ജ് ഇല്ല അല്ലെ. Therefore, these vertices are not adjacent. എന്നാൽ V4ഉം V5ഉം എന്ന ഈ രണ്ട് വെർട്ടെക്സ് എടുത്താൽ അവരെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു എഡ്ജ് ഉണ്ട് E7. സോ V4 ആൻഡ് V5 ആർ സെറ്റ് ടു ബി അഡ്ജസെന്റ്. എന്നാൽ ആ അഡ്ജസെന്റ് ചെയ്യപ്പെട്ട ആ എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് ടു ദാറ്റ് വെർട്ടിസസ്. ഓക്കെ, അതുപോലെ ഈ V2 എന്ന വെർട്ടെക്സും V4 എന്ന വെർട്ടെക്സും അഡ്ജസെന്റ് ആണ്. ഇവിടെ ഇനിയിപ്പോ അഡ്ജസെന്റ് അല്ലാത്ത വെർട്ടിസസ് പെയർ V2 V3 അഡ്ജസെന്റ് അല്ല, V2 V5 അഡ്ജസെന്റ് അല്ല, V1 V4 നമ്മൾ പറഞ്ഞു. അതുപോലെ V1 V5 അങ്ങനെ നമുക്ക് പല പെയേഴ്സ് കാണിക്കാൻ പറ്റും. V3 V5 അവർക്കിടയിൽ ഒരു ഡയറക്റ്റ് എഡ്ജ് ഇല്ലെങ്കിൽ അവർ അഡ്ജസെന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിന്റെ ഡിഗ്രീനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം ഡിഗ്രി ഓഫ് VI. അതേതാണോ വെർട്ടെക്സ് അതിന്റെ ഡിനോട്ടേഷൻ V1 ആണെങ്കിൽ ഡിഗ്രി ഓഫ് V1 V2 അങ്ങനെ ഡിനോട്ടേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ഏത് വെർട്ടെക്സിന്റെ ഡിഗ്രി ആണോ നമുക്ക് കാണേണ്ടത് ആ വെർട്ടെക്സിൽ എത്ര എഡ്ജസ് ഉണ്ട്, ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള എത്ര എഡ്ജസ് ഉണ്ട്, ആ എഡ്ജുകളുടെ എണ്ണമാണ് ദാറ്റ് കറസ്പോണ്ടിങ് വെർട്ടെക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ D of VI. ഓൾസോ നമുക്ക് എക്സാമ്പിളിൽ തന്നെ കാണാം. ഹിയർ ഡിഗ്രി മീൻസ് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ഈ വെർട്ടെക്സിൽ എത്ര എഡ്ജസ് ഇൻസിഡന്റ് ഉണ്ട് ആ എഡ്ജസിന്റെ എണ്ണമാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് V1 ഈക്വൽ ടു നമുക്ക് നോക്കാം. ഈ V1നെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻസിഡന്റ് ചെയ്തുകൊണ്ട് 1 2 3 മൂന്ന് എഡ്ജസ് ആണുള്ളത്. Therefore, the number of edges is equal to 3. Therefore, the degree of V1 equal to 3. ഇനി ഒരു ഗ്രാഫില് ലൂപ്പ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിനെ നമ്മൾ ഡിഗ്രിയുടെ കേസിൽ കൗണ്ട് ചെയ്യുന്നത് 2 ആയിട്ടാണ്. ഇഫ് ദർ ഈസ് എ, അപ്പൊ നമ്മുടെ ഡെഫിനിഷന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. loops counted as twice. ലൂപ്പ് നമ്മൾ 2 എന്ന രീതിയിലായിരിക്കണം ഡിഗ്രി കൗണ്ട് ചെയ്യുമ്പോൾ കണക്കാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിന്റെ ഡിഗ്രി ഓഫ് V1 3 ആണ്. എങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് V2 കൗണ്ട് ചെയ്യാം. നമുക്കിവിടെ ലൂപ്പ് 2 ആയിട്ട് കൗണ്ട് ചെയ്യണം. ബാക്കിയുള്ള എഡ്ജസ് 1 2 E3 ഉണ്ട്, E2 ഉണ്ട്, ലൂപ്പ് ഉണ്ട്. ലൂപ്പിനെ നമ്മൾ 2 ആയിട്ട് കൗണ്ട് ചെയ്യും. Therefore 1 + 1 2 2 + 2
4. ഡിഗ്രി ഓഫ് V2 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വെർട്ടിസസിന്റെയും ഈ ഗ്രാഫിന്റെ ഡിഗ്രി കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ ഞാനിത് താഴത്തേക്ക് എഴുതാം. നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിന്റെയും ഡിഗ്രീസ് ഒന്ന് പറയാമോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാമോ? 5 വെർട്ടിസസ് ആണ് ഉള്ളത്. അതെ, V5 ഒരു വെർട്ടെക്സ് ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. therefore 1. V4 2, V1 3, V2 4 ആണ്. V3 degree of V3, number of edges incident with the V3 is 3. Therefore degree of V3 equal to 3. Okay. ഇനി ഈ V4 2 ആണോ? V4 കൗണ്ട് ചെയ്യുക. V4 എത്രയാണ്? 1 2 3 ആണ്. ഓക്കെ, V4 is equal to 3. ഓക്കെ, അപ്പൊ ഏതൊരു ഗ്രാഫ് തന്നാലും ആ ഗ്രാഫിന്റെ ഡിഗ്രി കാണണമെങ്കിൽ ഈ ഒരു ഡെഫിനിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് ദാറ്റ് വെർട്ടെക്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് ദ വെർട്ടിസസ്. ഈ ഒരു ഗ്രാഫിന്റെ എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രികളുടെ സം കാണുക. അതായത് ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് V1 പ്ലസ് ഡിഗ്രി ഓഫ് V2. നമുക്ക് ഈ ഗ്രാഫിൽ 5 വെർട്ടെക്സ് ആണുള്ളത്. 5 വെർട്ടെക്സിന്റെ ഡിഗ്രി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് the degrees of vertices. 3 plus 4 plus 3 plus 3 plus 1 എത്ര കിട്ടും? ഇത് ആഡ് ചെയ്യുമ്പോൾ 14 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു സം ഓഫ് ഡിഗ്രി ഓഫ് വേർട്ടീസസിൽ നിന്ന് ഒരു റിസൾട്ടിലേക്കാണ് വരുന്നത്. ദ റിസൾട്ട് സ്റ്റേറ്റ് ദാറ്റ്. ഇപ്പൊ നമുക്കിവിടെ സമ്മ് 14 കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. ദ റിസൾട്ട് സ്റ്റേറ്റ്, ആ റിസൾട്ടിന് ഒരു പേരുണ്ട്. ഹാൻഡ് ഷേക്കിംഗ് തിയറം എന്നാണ് ആ റിസൾട്ട് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഹാൻഡ് ഷേക്കിംഗ് തിയറം സ്റ്റേറ്റ് ദാറ്റ് the sum of the degree of vertices in a graph G is equal to, ഞാനതിനെ ഇക്വേഷൻ ആയിട്ട് തന്നെ എഴുതാം, 2 into number of edges. അതായത് ഹാൻഡ് ഷേക്കിംഗ് തിയറം പറയുന്നത് ഒരു ഗ്രാഫിലെ വെർട്ടിസുകളുടെ ഡിഗ്രികളുടെ സം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് which is equal to 2 into number of edges. ആ ഗ്രാഫിലുള്ള എഡ്ജുകളുടെ ട്വൈസ് ആയിരിക്കും, ഇരട്ടിയായിരിക്കും സം കിട്ടുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ റിസൾട്ടിനെ സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് ആണ്, which is D of V1 D of V2. അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനിലേക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫില് n വെർട്ടിസസ് ഉണ്ടെങ്കിൽ we can write like this: I equal to 1 to n D of Vi. നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് സം കണ്ടുപിടിച്ചിരിക്കുന്ന ആ സെയിം കാര്യം തന്നെയാണ് സിഗ്മ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. സമ്മേഷന്റെ നമ്മൾ സമ്മേഷൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2 into number of edges. E is the number of edges ആണ് ഈ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ മുകളിലത്തെ ഗ്രാഫിനെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഹിയർ വി ഹാവ് എത്ര എഡ്ജസ് ആണുള്ളത്? 7 എഡ്ജസ് ആണ് ഈ ഗ്രാഫിലുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ സം ഓഫ് ഡിഗ്രി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, വിച്ച് ഇസ് ഈക്വൽ ടു 14. അതായത് എഡ്ജിന്റെ ഇരട്ടിയാണ് സം ഓഫ് ഡിഗ്രി ഓഫ് ദാറ്റ് ഗ്രാഫ്. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു തിയറം റിസൾട്ട് വെരിഫൈഡ് ആണ്. ദാറ്റ് ഇസ് ഹിയർ സം ഓഫ് ഡി ഓഫ് വി ഐ ഈക്വൽ ടു, അതായത് വെർട്ടിസസിന്റെ നിങ്ങളിപ്പോ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഡിഗ്രികളുടെ സം 14 ആണ്. എഡ്ജ് ഇസ് ഈക്വൽ ടു 7 ആണ്. ദർഫോർ ഹാൻഡ് ഷേക്കിംഗ് തിയറം വെരിഫൈഡ് ആണ്.
എന്തുകൊണ്ട്? which is equal to 14 is equal to 2 into 7. ഓക്കെ, ഇനി ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: let G be a graph with 10 vertices. ഒരു ഗ്രാഫിൽ 10 vertices ഉണ്ട്. each of has degree 6. ഓക്കെ, 10 വെർട്ടെക്സ് ഉള്ള 10 വെർട്ടിസസ് ഉള്ള ഗ്രാഫാണ്. അതിന്റെ ഓരോ വെർട്ടിസസിന്റെയും ഡിഗ്രി 6 ആണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് എഡ്ജസ്. ഇത്തരത്തിലുള്ള എഡ്ജുകളുടെ എണ്ണോ ഡിഗ്രി കാണാനോ ഇത്തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ഷേക്കിംഗ് തിയറാണ് യൂസ് ചെയ്യാൻ പറ്റുക. സോ ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം വി നോ ദാറ്റ് sum of degree of vertices equal to 2 into number of edges. അല്ലേ? അപ്പൊ നമുക്കിവിടെ 10 വെർട്ടിസസ് ഉണ്ട്. 10 വെർട്ടിസസിന്റെയും ഓരോ വെർട്ടെക്സുകളുടെയും ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. നമുക്കിവിടെ ഫിഗർ ഒന്നും വരച്ചു നോക്കണ്ട. 10 വെർട്ടെക്സിനും ഓരോ വെർട്ടെക്സിനും ഡിഗ്രി 6 ആണെങ്കിൽ സം ഓഫ് ഡിഗ്രി ഓഫ് വി ഐനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 10 into 6. which is equal to 60. അല്ലേ? അപ്പൊ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്കിത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get from 1 we get 2e equal to 60. അപ്പൊ നമ്മൾ ആൻസറിലേക്കായി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: find the number of edges, that is e equal to 60 by 2. അപ്പൊ ആ ഗ്രാഫില് 30 എഡ്ജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ച് ഡീൽ ചെയ്യുക. ക്ലിയർ ആണോ ഹാൻഡ് ഷേക്കിംഗ് തിയറം? ക്ലിയർ ആവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഡിഗ്രി റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത ഡെഫിനിഷൻ റെഗുലർ ഗ്രാഫ്. എ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി റെഗുലർ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ റെഗുലർ പോളിഗൺ, റെഗുലർ ഹെക്സഗൺ എന്നൊക്കെ പറഞ്ഞ എന്താണ് ഫിഗേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. റെഗുലർ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റെഗുലർ പെന്റഗൺ ആണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. നമുക്ക് ഇവിടെ റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി സെയിം ആയിരിക്കും. The definition state that it is defined as a graph in which all vertices are of equal degree. സെയിം ഡിഗ്രി ഉള്ള എല്ലാ വെർട്ടിസസുകളുള്ള ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിനെ റെഗുലർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ 3 റെഗുലർ, 2 റെഗുലർ എന്നൊക്കെ പറഞ്ഞ ആ ഗ്രാഫ് വരും. 2 റെഗുലർ ആണെങ്കിൽ അതിന്റെ എല്ലാ വെർട്ടിക്സുകളുടെയും ഡിഗ്രി 2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, this is a graph of degree 2. Okay, 2 regular graph. ഈ ഗ്രാഫില് എല്ലാ വെർട്ടിസസിന്റെയും ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അല്ലെ? കൗണ്ട് ചെയ്ത് നോക്കിക്കോ. ഈ വെർട്ടെക്സ് v1, v2, v3 അല്ലേ? ഓക്കെ, ഇതെന്ത് ഗ്രാഫാണ് ഞാനിപ്പോ വരച്ചിരിക്കുന്നത്? 4 വെർട്ടെക്സ് ഉണ്ട്. 4 വെർട്ടെക്സിന്റെയും ഡിഗ്രി 3. So this is a 3 regular graph. Okay. Okay, അപ്പൊ റെഗുലർ ഗ്രാഫ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് ഞാൻ ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. അടുത്തത് ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഡെഫിനിഷൻസ് ആണ്. പെൻഡന്റ് വെർട്ടെക്സ് and
ആൻഡ് നൾ ഗ്രാഫ്. 3 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഐസൊലേറ്റഡ് വെർട്ടെക്സ് മീൻസ് എ വെർട്ടെക്സ് which has degree 0. 0 ആയിട്ടുള്ള വെർട്ടെക്സിനെ, ഡിഗ്രി 0 ആയിട്ടുള്ള വെർട്ടെക്സിനെയാണ് ഐസൊലേറ്റഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഡിഗ്രി ഓഫ് vi equal to 0 which is called isolated. Degree of the vertex is equal to 1 which is called pendant vertices. ഇനി null graph എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no edge in between every vertices. അതായത് ആ ഗ്രാഫിൽ എന്തുണ്ടാവുള്ളൂ, വെർട്ടീസസ് മാത്രമുള്ള ഗ്രാഫിനെയാണ്, അതായത് എല്ലാ വെർട്ടിസസുകളുടെയും ഡിഗ്രി 0 ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് വെർട്ടിസസ് മാത്രമുള്ള ഗ്രാഫിനെയാണ് നൾ ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഡിഗ്രി ഓഫ് v1. നമുക്കതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ തന്നെ കാണിക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കാം. അനദർ ഗ്രാഫ്, ഒരു 7 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്. v1, v2, v3, v4. നിങ്ങളിത് വരയ്ക്കുമ്പോൾ പെൻസിലും സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരച്ചാൽ കുറച്ചുകൂടി നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. എക്സാംസിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു ലൂപ്പ്. ഓക്കെ, ഇവിടെ നമുക്ക് v4, ഡിഗ്രി ഓഫ് v4, അതുപോലെ ഡിഗ്രി ഓഫ് v7, അവിടെ രണ്ട് വെർട്ടിസസിലേക്കും കണക്ട് ചെയ്തുകൊണ്ട് എഡ്ജസ് ഒന്നുമില്ല. There is no edges incident with this vertices v4 and v7. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഐസൊലേറ്റഡ് വെർട്ടിസസ്, so the isolated vertices are v4 and v7. അതുപോലെ ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ, ഡിഗ്രി ഓഫ് v3. v3 എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി ഇവിടെ 1 ആണ്. അതാണ് ആ ഗ്രാഫിലെ പെൻഡന്റ് വെർട്ടെക്സ്. ഓക്കെ, അതാണ് ആ ഒരു 3 ഡെഫിനിഷൻ: ഐസൊലേറ്റഡ്, പെൻഡന്റ് ആൻഡ് നൾ ഗ്രാഫ്. നൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാം ഐസൊലേറ്റഡ് വെർട്ടിസസ് ആയിരിക്കും. There is no edges in between these vertices. Such graphs are called null graph. ഓക്കെ, അടുത്തതൊരു തിയറത്തിലേക്ക് പോവാണ്. തിയറം 1.1 ഈ ചാപ്റ്ററിലെ ഹാൻഡ് ഷേക്കിംഗ് തിയറം ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. തിയറം, ഹാൻഡ് ഷേക്കിംഗ് തിയറം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറമാണിത്. തിയറത്തിൽ പറയുന്നത്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ദ നമ്പർ ഓഫ് vertices of odd degree in a graph is always even. Okay, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കാം. The number of vertices of odd degree in a graph is always even. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയുടെ എണ്ണം ഓഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫുകള്, once again, the number of vertices of odd degree, odd degree വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഞാനൊരു ഗ്രാഫില്, ഇതൊരു സിമ്പിൾ ആയിട്ടൊരു ഗ്രാഫാണ്. ഓക്കെ, 2 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, v1ഉം v2 മാത്രമേ ഉള്ളൂ. വെർട്ടെക്സുകളുടെ എണ്ണം എത്രയാണ്? 2. അതൊരു ഈവൻ നമ്പർ ആണ് അല്ലെ? വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആണ്. ദാറ്റ് ഇസ്
2. ഈ ഡിഗ്രി ഓഫ് V1 എത്രയാണ്? 1 ആണ്. ഡിഗ്രി ഓഫ് V2 1 ആണ്. 1 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആണ്. അതാണ് നമ്മുടെ തിയറം പറഞ്ഞിരിക്കുന്നത്. ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഒരു ഈവൻ നമ്പർ ആയിരിക്കും. നമുക്കിതിന് പ്രൂഫിലേക്ക് എത്തണം. പ്രൂഫ് ഹാൻഡ് ഷേക്കിംഗ് തിയറി ഉപയോഗിച്ചിട്ടാണ് പ്രൂഫ് വരുന്നത്. അപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ഗ്രാഫിന്റെ മനസ്സിലായിരുന്നില്ലെങ്കിൽ അത് നമ്മളൊരു ഗ്രാഫ് വരച്ച് നോക്കുക. ഏറ്റവും ചെറിയ ഗ്രാഫിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഗ്രാഫിൽ അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ അങ്ങ് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. പക്ഷെ എക്സാമിന്റെ ടൈമില് നമ്മൾ ഇങ്ങനെ തിയറംസ് ഒക്കെ ചോദിക്കുമ്പോൾ പ്രൂഫായിട്ട് കുറച്ച് ഗ്രാഫ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആവില്ല. അതിന് ആ ഗ്രാഫ് വരച്ചതിനുള്ള ഒരു ചെറിയ മാർക്ക് എന്തെങ്കിലും കിട്ടുന്നതല്ലാതെ ഒരു കംപ്ലീറ്റ് പ്രൂഫിനുള്ള മാർക്ക് വരില്ല. അപ്പൊ പ്രൂഫിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സ് വെച്ചിട്ട് വേണം. നമ്മളതൊരു ബിൽഡ് ചെയ്തിരിക്കുന്ന പ്രൂഫാണ്. ആ പ്രൂഫ് അങ്ങനെ തന്നെ ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. സോ നമ്മുടെ പ്രൂഫിലേക്ക് പോകാം. ഓക്കെ, പ്രൂഫ് തിയറും പ്രൂഫുമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും. ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഓക്കെ. നമുക്ക് ആദ്യമേ തന്നെ ഈ തിയറത്തില് ഈ പ്രൂഫിൽ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് എഴുതിയേക്കാം. ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം നമുക്കറിയാവുന്ന റിസൾട്ട് ആണ്. ഓക്കെ, ഹാൻഡ് ഷേക്കിംഗ് തിയറം പറയുന്നത് സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടീസസ് ഈക്വൽ ടു 1 to n എന്ന് കൊടുക്കും. സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടീസസ് ഈക്വൽ ടു 2e, 2 into number of edges. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ വെർട്ടെക്സുകൾ ഇപ്പൊ ഒരു ഗ്രാഫില് 10 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ, അതായത് വെർട്ടെക്സുകളുടെ ഞാൻ രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് വെർട്ടിസസുകളെ. അതായത് എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കറിയാം, ഈ വെർട്ടെക്സുകളിൽ ഈവൻ ഡിഗ്രി വരുന്നതുണ്ടാകാം, ഓഡ് ഡിഗ്രി വരുന്നതുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഒരു ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഡിഗ്രി വരുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്, അതാണ് ഡി ഓഫ് V2 അല്ലെ. ഓഡ് ഡിഗ്രി വരുന്ന 1 2 3 4 വെർട്ടിസസുകളുണ്ട്, ഡി ഓഫ് V1, V3, V4, V5. അപ്പൊ ഞാൻ അതിനെ ഈവൻ ഡിഗ്രി വരുന്നത് പ്ലസ് ഓഡ് ഡിഗ്രി വരുന്നത് എന്നുള്ള ടേമിലേക്ക് എഴുതാൻ പോവാണ്. ഓക്കെ, ഹിയർ വി യൂസ്, അതായത് LHS ഓഫ് ഇക്വേഷൻ നമ്പർ 1നെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സം ഓഫ് ഡിഗ്രിയെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ്? ഈവൻ ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളിൽ നിന്നും പിന്നെന്താണ്, അതിന് ഞാൻ BJ എന്ന് പേര് കൊടുക്കാണ് കേട്ടോ, പ്ലസ് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ഡിഗ്രി ഓഫ് വെർട്ടിസസ് എല്ലാവരും കൂടി വരുന്നതാണ്. അതിൽ ഈവൻ പ്ലസ് ഓഡ് എന്ന് കൊടുത്തു. ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം വി നോ ദാറ്റ് ഇതിന്റെ ആൻസർ എന്താണ്? 2e ആണ് അല്ലേ. ബൈ ഇക്വേഷൻ 1 വി ഗെറ്റ് LHS ഈക്വൽ ടു 2e. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈവൻ ഡിഗ്രി ഓഫ് VJ പ്ലസ് ഓഡ് ഡിഗ്രി ഓഫ് VK. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത റൈറ്റ് സൈഡ്. എന്താണ് 2 into e? ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടാം? എവരി നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 2. നമുക്ക് എന്തായിരിക്കും ആൻസർ? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ സം എന്നുള്ളത് ഒരു ഈവൻ നമ്പർ ആണ് എന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി ഇത് ഈവൻ വെർട്ടിസസുകൾ വരുന്ന ഡിഗ്രിയും ഇവിടെ എന്താണ് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളും. ഓക്കെ, ക്ലിയർ ആണല്ലോ.
നമുക്ക് വേണ്ടത് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം എത്രയാണെന്നാണ്. അതായത് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളുടെ തിയറത്തിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വെർട്ടെക്സ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലെ. സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സം ഓഫ് ഓഡ് ഡിഗ്രി ഓഫ് പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ മൈനസ് അഗെയിൻ ഈവനുകളുടെ സമ്മാണ് അഗെയിൻ ഈവൻ മൈനസ് ഈവൻ അഗെയിൻ ഈവൻ നമ്പർ ആണ് കേട്ടോ. സോ നമ്മളൊരു ഫൈനൽ ആൻസറിലേക്ക് വന്നിട്ടുണ്ട്. ഓഡ് ഡിഗ്രികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. ഹാൻഡ് ഷേക്കിംഗ് തിയറി ഉപയോഗിക്കുന്നു. ജസ്റ്റ് സ്പ്ലിറ്റ് ദ വെർട്ടീസസ് ഇൻടു ഈവൻ ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം പ്ലസ് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടീസസുകളുടെ എണ്ണം. ഓക്കെ, ഇനി ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിന്റെ റിസൾട്ട് ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ചെയ്യുന്നു. 2 ഇൻറ്റു ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ ഒരു ഈവൻ നമ്പർ ആണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമ്മുടെ ആൻസർ ഈ കിടക്കുന്നതാണ്. ആൻസറിന്റെ ഒരു ലെഫ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. അപ്പൊ ദാ ഇക്വേഷൻ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈവൻ നമ്പറിൽ നിന്ന് ഒരു ഈവൻ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഈവൻ നമ്പർ തന്നെയാണ്. 6 മൈനസ് 2 4 ഈവൻ നമ്പർ, 10 മൈനസ് 6 ഈവൻ നമ്പർ 4 ആണ്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ദ നമ്പർ ഓഫ് വെർട്ടിസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. ഹെൻസ് ദ തിയറം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ പറഞ്ഞു പോകുന്ന കാര്യങ്ങള്. അടുത്തത് നമുക്ക് ഗ്രാഫിന്റെ കേസില് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്, ഐസോമോർഫിസം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഐസോമോർഫിസം. ടു ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് പോലെ ക്വാളിറ്റി, ഈക്വൽ ഇൻ ഷേപ്പ് എന്നൊക്കെ ഉപയോഗിക്കുന്നതാണ് ഐസോമോർഫിസം. അതായത് രണ്ട് ഗ്രാഫുകൾക്ക് ഐസോമോർഫിസം ആണോ, അല്ലെങ്കിൽ ആ രണ്ട് ഗ്രാഫുകൾക്കിടയിൽ എന്തെങ്കിലും ഇക്വാലിറ്റി ഉണ്ടോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐസോമോർഫിസത്തിന്റെ ഡെഫിനിഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ടു ഗ്രാഫ്സ്, രണ്ട് ഗ്രാഫിന്റെ കേസസിലാണ് എടുക്കുന്നത്. ടു ഗ്രാഫ്സ് G and G dash അല്ലെങ്കിൽ G and H are said to be isomorphic. Isomorphic equality ഉണ്ടാവണമെങ്കിൽ if there is a one-to-one correspondence, G എന്ന ഗ്രാഫിൽ നിന്ന് G dash എന്ന ഗ്രാഫിലേക്ക് 1-to-1 correspondence between ഗ്രാഫുകളിലെ വെർട്ടെക്സും എഡ്ജസിനും ഇടയിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് 1-to-1 കറസ്പോണ്ടൻസ്? അതായത് ജി എന്ന ഗ്രാഫിലെ അതേ വെർട്ടെക്സ് തന്നെ ജി ഡാഷിൽ ഉണ്ടാകണം എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ജി എന്ന ഗ്രാഫിലെ ഒരു വെർട്ടെക്സ് എന്താണോ അതിന്റെ ഡിഗ്രി, എത്ര എഡ്ജസ് ആയിട്ട് അത് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അത് ജി എന്ന ഗ്രാഫിൽ ആ വെർട്ടെക്സ് പ്രിസർവ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ജി ഡാഷ് എന്ന ഗ്രാഫിലും പ്രിസർവ്ഡ് ആണെങ്കിൽ, അതുകൊണ്ടാണ് ആ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ വെർട്ടീസസ് ആൻഡ് ബിറ്റ്വീൻ ദെയർ എഡ്ജസ് is known as isomorphism. And the definition complete ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ between their edges such that incidence relationship is preserved. Okay.
ജി ആൻഡ് ജി ഡാഷ് ആർ സെറ്റ് ടു ബി ഐസോമോർഫിക്. അതിനെ നമുക്ക് ഐസോമോർഫിക് ആണെങ്കിൽ ജി ഐസോമോർഫിക് ടു ജി ഡാഷ് എന്നുള്ളത് ഇങ്ങനെ ഡെനോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് ആവണമെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവരുടെ വെർട്ടെക്സ് സെറ്റും എഡ്ജ് സെറ്റും ഇൻസിഡന്റ് റിലേഷൻഷിപ്പ് അങ്ങനെ എന്തൊക്കെയോ ജിയിലുണ്ടോ അത് തന്നെ നമുക്ക് ജി ഡാഷിന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ such graphs are said to be isomorphic. So, for example, ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാം. ജി എന്ന ഗ്രാഫും ജി ഡാഷ് എന്ന മറ്റൊരു ഗ്രാഫും. അപ്പൊ നമുക്കത് ഗ്രാഫുകൾ രണ്ടും രണ്ട് രീതിയിലായിരിക്കും ഇരിക്കുക കേട്ടോ. അതിന്റെ ഷേപ്പില് ഒന്നും എന്താണ് ഇക്വാലിറ്റി നമുക്ക് തോന്നില്ല. നമ്മൾ എന്താണ് ഇക്വാലിറ്റി കണ്ടുപിടിക്കേണ്ടത്? അവർക്കിടയിലുള്ള വെർട്ടെക്സും എഡ്ജുകളുടെയും റിലേഷൻഷിപ്പ്. അത് ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അവരുടെ എണ്ണം ആയിക്കോട്ടെ, ഡിഗ്രികളായിക്കോട്ടെ, അത്തരത്തിലാണ് അതിന്റെ ഐസോമോർഫിക് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത്. അപ്പൊ ദിസ് ഇസ് ജി, ഗ്രാഫ് ജി. നമുക്ക് അതിന്റെ വെർട്ടെക്സുകളെ എ ബി സി ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതുപോലെ വെർട്ടെക്സുകൾക്ക് എഡ്ജുകൾക്ക് പേര് 1 2 3 4 എന്ന് കൊടുക്കാം. ഓക്കെ. അതുപോലെ ജി ഡാഷ് എന്ന മറ്റൊരു ഗ്രാഫ്. നോക്കുമ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഗ്രാഫാണ്. ഇതാണ് ജി ഡാഷ് എന്ന ഗ്രാഫ്. ഈ ഗ്രാഫുകൾ ഐസോമോർഫിക് ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഷോ ദാറ്റ് ദ ടു ഗ്രാഫ്സ് ആർ ഐസോമോർഫിക് ഓർ നോട്ട്. അപ്പൊ നമ്മളിവിടെ 1-to-1 കറസ്പോണ്ടൻസ് എന്നാണ് ഡെഫിനിഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എ എന്നൊരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അതേപോലൊരു വെർട്ടെക്സ് നമുക്ക് ഇവിടെ ജി ഡാഷിൽ വേണം. അതായത് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ എന്തുമായിക്കോട്ടെ, നമ്മൾ 1-to-1 കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാഫിന്റെ ജി എന്ന ഗ്രാഫിലെ ഗ്രാഫ് ഇൻവേരിയൻസ് എന്ന് പറയും. അതിന്റെ വെർട്ടെക്സുകളുടെ എണ്ണവും എഡ്ജുകളുടെ എണ്ണവും അതുപോലെ തന്നെ അതിന്റെ ഡിഗ്രിയും കൗണ്ട് ചെയ്യുക. അപ്പൊ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇക്വാലിറ്റി കാണാൻ പറ്റും. നമുക്കതറിയാം. സോ അതിനൊരു 1-to-1 കറസ്പോണ്ടൻസിലേക്ക് എത്തുന്ന ഗ്രാഫാണ്. ഇനി അവിടെ വെർട്ടെക്സും എഡ്ജസും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കറസ്പോണ്ടൻസ് ഇല്ല എന്ന് പറയാം. ഓക്കെ. സോ നമ്മൾ എഴുതുന്ന ഗ്രാഫ് ഇൻവേരിയൻസ് എന്നാണ് നമ്മൾ ഈ എഴുതുന്ന വെർട്ടെക്സുകളുടെ എണ്ണത്തിനെയും എഡ്ജുകളുടെ എണ്ണത്തിനെയും ഡിഗ്രികളെയും ടോട്ടലായിട്ട് പറയുന്നത് ഗ്രാഫ് ഇൻവേരിയൻസ് എന്നാണ് കേട്ടോ. വളരെ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ ഗ്രാഫിൽ ജി എന്ന ഗ്രാഫില് എഡ്ജുകളുടെ എണ്ണം, വെർട്ടിസസുകളുടെ എണ്ണം 1 2 3 4 5 5 വെർട്ടിസ് ഉണ്ട്. എഡ്ജുകളും അതുപോലെ തന്നെ 5 1 2 3 4 5 6 വെർട്ടെക്സ് എഡ്ജ് ഉണ്ടല്ലോ. 6 എഡ്ജ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ ഓരോ വെർട്ടിസസിന്റെയും ഡിഗ്രികൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് എ, ദാറ്റ് ഇസ് 3. ഡിഗ്രി ഓഫ് ബി which is equal to 2. Degree of C equal to 3. Degree of D equal to 3. Degree of E equal to 1. അല്ലേ? 3 വെർട്ടെക്സിന്റെ ഡിഗ്രി 3ഉം ബി എന്ന വെർട്ടെക്സിന് ഡിഗ്രി 2ഉം ഇ എന്ന വെർട്ടെക്സിന് ഡിഗ്രി 1ഉം ആണ്. അതുപോലെ തന്നെ ഇവിടെ ജി ഡാഷ് എന്ന
ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ്, നമ്പർ ഓഫ് എഡ്ജസ്, ഇതുപോലെ തന്നെ ഡിഗ്രീസും കാണുക. ഇവിടെ ഇവർക്കിടയിലൊരു ഇക്വാലിറ്റി, അതൊരു ഒരേപോലെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. എത്രയാണ് ഈ ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടീസസ്? ആ 5 ആണ്. എഡ്ജസും ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ അറിയാം അത് രണ്ടും ഇക്വാലിറ്റി പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഡിഗ്രി ഓഫ് V1, V2, V3 അങ്ങനെ ഓരോ ഡിഗ്രീസും പറയാം. ഡിഗ്രി ഓഫ് V1 3. Yes, degree of V1 equal to 3. Degree of V2, degree of V3, degree of V4, degree of V5, 1. Okay. അപ്പോൾ എല്ലാ വെർട്ടിസസും ആയി. ഇപ്പൊ നിങ്ങൾക്ക് നോക്കാൻ അറിയാം ഇവിടെ എയുടെ ഡിഗ്രി 3, ഇവിടെ V1ന്റെ ഡിഗ്രി 3, അതായത് ഈക്വൽ ഡിഗ്രീസും ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഉറപ്പായിട്ടും ഇവിടെ ഒരു പ്രിസർവൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എ എന്ന വെർട്ടെക്സുകള് ഇനി ഇവിടെ ഒരു ഇൻസിഡൻസ് റിലേഷൻഷിപ്പും കൂടി സാറ്റിസ്ഫൈ ആണോ എന്ന് നോക്കണം. എന്നാൽ മാത്രമാണ് ഐസോമോർഫിസം കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് എ എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ് അല്ലെ. അതുപോലെ തന്നെ ഒരു വെർട്ടെക്സ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാനത് ഇവിടെ എ എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്. അത് ഇൻസിഡന്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അഡ്ജസന്റ് വെർട്ടെക്സ് ആരൊക്കെയാണ്? എയുടെ അഡ്ജസന്റ് വെർട്ടെക്സ് ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. ദ അഡ്ജസന്റ് വെർട്ടിസസ് ഓഫ് എ ആർ ബി, സി, ഡി. ബി ഹാസ് ഡിഗ്രി 2, സി ഹാസ്, ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന റെഡ് കളർ കൊണ്ട് എഴുതിയിരിക്കുന്നത് ഡിഗ്രീസ് ആണ്. എയുടെ ഡിഗ്രി 3 ആണ്, ബി ഹാസ് ഡിഗ്രി 2, സി ഹാസ് ഡിഗ്രി 3, ഡി ഹാസ് ഡിഗ്രി 3. അതായത് എ എന്ന വെർട്ടെക്സ് അഡ്ജസന്റ് ചെയ്തിരിക്കുന്ന വെർട്ടിസസുകൾ 3 ആണുള്ളത്. അതിൽ 3 ഒരാൾക്ക് ഡിഗ്രി 2ഉം 2 പേർക്ക് ഡിഗ്രി 3ഉം ആണ്. അതുപോലെ തന്നെ ഒരു വെർട്ടെക്സ് നമുക്ക് ഇവിടെയും കണ്ടെത്താൻ കഴിയണം. അതേപോലെ തന്നെ ഡിഗ്രി 3 വരുന്ന നമുക്ക് ഇവിടെ V1 എടുക്കാം. V1ന്റെ ഡിഗ്രി 3 ആണ്. ഇനി V1 3, ഇവിടെ അഡ്ജസൻസി ലിസ്റ്റില് 3 വെർട്ടിസസ് ആണ് അഡ്ജസന്റ് ആയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ V4ഉം V3യും V2 ഉണ്ട്. ഇനി ഇവരുടെ ഡിഗ്രികള് ഒരേപോലെയാണോ നോക്കണം. V2ന്റെ ഡിഗ്രി 2 ആണ്, V3യുടെ ഡിഗ്രി 3 ആണ്, V4ന്റെ ഡിഗ്രി 3 ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 3 വെർട്ടിസ് ഡിഗ്രി 3 ഉള്ളവരുമായിട്ടും ഒരു ഡിഗ്രി 2 ഡിഗ്രി വരുന്ന ഒരു വെർട്ടെക്സുമായിട്ടാണ് V1 ആ ഒരു കറസ്പോണ്ടൻസ് നമുക്ക് കാണിക്കാൻ പറ്റുക. സോ വി ഹാവ് ടു റൈറ്റ് A correspond to V1. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെർട്ടിസസ് ഇവിടെ നമുക്കൊരു ഓർഡറിൽ ഈ ഒരു വെർട്ടിസസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എയുടെ കറസ്പോണ്ടൻസ് V1 ആണെന്നും ബിയുടെ കറസ്പോണ്ടൻസ് V2, സിയുടെ കറസ്പോണ്ടൻസ് V3 അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ എല്ലാ ടൈപ്പ് ഗ്രാഫുകളിലും ഇത് പറ്റില്ല. പലതിനും വെർട്ടിസസുകളുടെ പേര് വരെ തരാതായിരിക്കും ഗ്രാഫ് തരിക. അപ്പൊ നമ്മളിതെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഇൻസിഡൻസ് റിലേഷനും പ്രിസർവ്ഡ് ആണെങ്കിൽ we can say that the two graphs are isomorphic to each other. നമ്മുടെ ഈ ഗ്രാഫ് രണ്ടും ഐസോമോർഫിക് ആണ്. കാരണം നമുക്ക് ഇതുപോലെ തന്നെ ഓരോ വെർട്ടെക്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എയുടെ പ്രിസർവൻസ് പറഞ്ഞില്ലേ, ഇൻസിഡൻസ് റിലേഷൻഷിപ്പാ പറഞ്ഞത്. എ എന്ന വെർട്ടെക്സ് അഡ്ജസന്റ് ലിസ്റ്റിലുള്ള ആ 3 പേരുടെയും ഡിഗ്രി, അതുപോലെ തന്നെ V1 എന്നൊരു വെർട്ടെക്സ് നമുക്ക് G ഡാഷിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബിക്ക് നമുക്ക് കറസ്പോണ്ടൻസ് നിങ്ങൾക്ക് നോക്കി അറിയാം, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ബി കറസ്പോണ്ടന്റ് ടു
V2, C correspondent to V3, D correspond to V4 and E correspond to V5 respectively. Therefore, ഈ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore, G isomorphic to G dash. ക്ലിയർ ആണോ? ഐസോമോർഫിസത്തിന്റെ കേസ് ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒരു പ്രോബ്ലോടെ ചെയ്യാം. ഐസോമോർഫിസത്തിന്റെ തന്നെ മറ്റൊരു പ്രോബ്ലം. ഇതിന്റെ ഒരു 3-4 പ്രോബ്ലംസ് നോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രോബ്ലംസും നോക്കണം. Question: show that G and H are not isomorphic. ആണ് ക്വസ്റ്റ്യൻ. G എന്ന ഗ്രാഫ് this is G. the vertex ഈ വെർട്ടിസസിന് മാത്രമേ പേര് കൊടുത്തിട്ടുള്ളൂ. പ്രൂവ് ചെയ്യേണ്ടത് നോട്ട് ഐസോമോർഫിക്സ് എന്നാണ്. ഈ വെർട്ടെക്സിന് Y, W, ഗ്രാഫിന്റെ പേര് H. ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുമ്പോൾ ഗ്രാഫ് ഇൻവേരിയൻസ് ആദ്യം എഴുതാം. ഗ്രാഫ് ഇൻവേരിയൻസ് എഴുതിയിട്ട് ഇതിന്റെ ഇൻസിഡൻസ് റിസർവൻസ് ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഞാൻ പറയട്ടെ എന്നാ പറഞ്ഞേ. ഇതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഇതിൽ വെർട്ടക്സിന്റെ നെയിം ഒക്കെ നമ്മൾ വേറെ കൊടുക്കണല്ലേ? വെർട്ടെക്സ് നെയിം ഒക്കെ വേറെ കൊടുക്കണം അല്ലേ? വെർട്ടെക്സ് നെയിം കൊടുത്താലാണല്ലോ നമുക്ക് ഡിഗ്രീസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് G എന്ന ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് 1, 2, 3, 4, 5, 6 ആണ്. അതുപോലെ എഡ്ജസ് 5 വെർട്ടിസ് ഉണ്ട്. ഇനി Hലേക്ക് വരുമ്പോഴും നമ്പർ ഓഫ് വെർട്ടിസസ് 6 തന്നെയാണ്. എഡ്ജസ് 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ തന്നെ ആദ്യമേ തന്നെ ഫസ്റ്റ് ഗ്രാഫ് ഇൻവേരിയന്റ് ഓക്കെ ആണ്. രണ്ട് സെറ്റിന്റെയും വെർട്ടെക്സുകളുടെ എണ്ണോ എഡ്ജുകളുടെ എണ്ണോ ഈക്വൽ ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ സെറ്റ് ഗ്രാഫ് ഇൻവേരിയന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഡിഗ്രീസ് ആണ്. ഡിഗ്രി ഓഫ് എ, അതിപ്പോ അതിന് ഓരോ വെർട്ടെക്സിന് പേരിട്ടു. നമുക്ക് V1, V2 എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെ XUV ഇങ്ങനെ ഈ രണ്ട് മാത്രം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഓഫ് എക്സ്, ഡിഗ്രി ഓഫ് യു, ഡിഗ്രി ഓഫ് വി. 6 വെർട്ടെക്സ് ആണല്ലോ. എയുടെ ഡിഗ്രി ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ, 1. ബിക്ക് 2 എഡ്ജ് ഉണ്ട്, 2. സിയിലേക്ക് വരുമ്പോഴും 2 എഡ്ജ് ഉണ്ട്, 2. എക്സിൽ വരുമ്പോൾ 3 പേര് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി 3. യുവും വിയും അഗെയിൻ പെൻഡന്റ് വെർട്ടിസസ് ആണ്, ഡിഗ്രി 1. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ 3 വെർട്ടെക്സിന്റെ ഡിഗ്രി 1ഉം 2 വെർട്ടെക്സിന്റെ ഡിഗ്രി 2ഉം 1 വെർട്ടെക്സിന്റെ ഡിഗ്രി മാത്രം 3ഉം.
ഈ ഒരു അളവിലായിരിക്കണം നമുക്ക് ഇത്രയും കിട്ടേണ്ടത്, എച്ച് എന്ന ഗ്രാഫിൽ കിട്ടേണ്ടത്. നമുക്ക് ഡിഗ്രി ഓഫ് ഡി, അതൊരു പെൻഡന്റ് വെർട്ടെക്സ് ആണ്. 1 ഡിഗ്രി ഓഫ് ഇ, 2 എഡ്ജസ് ഇൻസിഡന്റ് ചെയ്തിട്ടുണ്ട്. 2 ഡിഗ്രി ഓഫ് വൈ, 3 എഡ്ജസ് ഉണ്ട്, ഡിഗ്രി 3. ഡിഗ്രി ഓഫ് ഡബ്ല്യു, അതൊരു പെൻഡന്റ് വെർട്ടെക്സ് ആണ്, ഡിഗ്രി 1. ഡിഗ്രി ഓഫ് എഫ് 2 ആൻഡ് അഗൈൻ ഡിഗ്രി ഓഫ് ജി, പെൻഡന്റ്. അപ്പൊ നമ്മളിവിടെ നോക്കിയപ്പോ ഇവിടെയും 3 വെർട്ടെക്സിന് ഡിഗ്രി 1, ഇവിടെയും 3 വെർട്ടെക്സുകൾക്ക് ഡിഗ്രി 1 ഉണ്ട്. ഇവിടെ 2 വെർട്ടെക്സിന് ഡിഗ്രി 2, ഇവിടെ 2 ഡിഗ്രി 2, ഒരാൾക്ക് മാത്രം ഡിഗ്രി 3. അതായത് ഡിഗ്രിയുടെ റിലേഷനും പ്രിസർവ്ഡ് ആണ്. അപ്പൊ ഗ്രാഫ് ഇൻവേരിയന്റ്, നമ്പർ ഓഫ് വെർട്ടെക്സ് ഓക്കെ, നമ്പർ ഓഫ് എഡ്ജസ് ഓക്കെ, ഡിഗ്രീസ് ആർ ഓൾസോ ഓൾ ആർ ഈക്വൽ. അതായത് ഓൾ ആർ ഈക്വൽ മീൻസ് അതില് ഒരേ ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം 2 ഗ്രാഫിലും ഒരുപോലെയാണ്. അതും ഓക്കെയാണ്. അപ്പോൾ അതാണ്ട് 80% ഐസോമോർഫിസത്തിന്റെ അടുത്തായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻസിഡൻസ് റിലേഷൻ പ്രിസർവ്ഡ് ആണോ എന്ന്. ഓക്കെ, അപ്പൊ ഇത്ര വരുമ്പോൾ തന്നെ ഐസോമോർഫിക് എന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തെറ്റായി പോകും കേട്ടോ. ആ ഇൻസിഡൻസ് റിലേഷൻഷിപ്പും കൂടെ പ്രിസർവ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 1-to-1 കറസ്പോണ്ടന്റ് എ എന്ന വെർട്ടെക്സ് പോലെ തന്നെ ഒരു വെർട്ടെക്സ് ഇവിടെ ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഞാനിവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ വെർട്ടെക്സിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എക്സ് എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി, ഓക്കെ, എക്സ് എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3 ആണ്. ഓക്കെ, റെഡ് കളർ കൊണ്ട് എഴുതുന്നത് ഡിഗ്രി ആണ് കേട്ടോ. യു എന്ന വെർട്ടെക്സ് അതിനോട് എക്സിനോട് അഡ്ജസന്റ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? സി. ദ അഡ്ജസന്റ് വെർട്ടിസസ് ഓഫ് എക്സ് ആർ സി ഡിഗ്രി 2, യു ഡിഗ്രി 1, ബി ഡിഗ്രി 1. ഓക്കെ, എന്താണ് ഇത്? ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. എക്സ് എന്ന വെർട്ടെക്സിന്റെ ഡിഗ്രി 3, അത് അഡ്ജസന്റ് ചെയ്തിരിക്കുന്നത് 3 വെർട്ടിസസ് വിത്ത് ഡിഗ്രി 2 ആൻഡ് ഡിഗ്രി 1 ആൻഡ് ഡിഗ്രി 1. ഓക്കെ, ഇങ്ങനെയൊരു വെർട്ടെക്സ് ഇവിടെ ഉണ്ടോ? അല്ലെങ്കിൽ എക്സിനോട് 1-to-1 കറസ്പോണ്ടന്റ് എക്സിന്റെ അതേപോലത്തെ ഒരു വെർട്ടെക്സ് എച്ചിലുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? 3 ഡിഗ്രി വരുന്ന വൈ മാത്രമാണല്ലോ. 3 ഡിഗ്രി വരുന്ന ആകെ ഒരു വെർട്ടെക്സ് ആണ് ഇവിടെ ഉള്ളൂ, ദാറ്റ് ഇസ് വൈ. ആ വൈ എടുത്തു. ഓക്കെ, ഇതാണ് ഡിഗ്രി 3 വരുന്ന വൈ. എക്സിനോട് കറസ്പോണ്ട് ചെയ്യപ്പെടേണ്ടത് വൈ ആണ്. അത് കാരണം എക്സിന്റെ ഡിഗ്രി 3 ആൻഡ് ഓൾസോ വൈയുടെ ഡിഗ്രി 3. ഇനി നോക്കാം, ഇതിനോട് അഡ്ജസന്റ് ചെയ്തിരിക്കുന്ന വെർട്ടിസസ്, ദ അഡ്ജസന്റ് വെർട്ടിസസ് ഓഫ് വൈ ആർ ഇ എഫ് ഡബ്ല്യു. ഇവര് 3 പേരാണ്. ഇയുടെ ഡിഗ്രി 2, എഫിന്റെ ഡിഗ്രി 2, ഡബ്ല്യുയുടെ ഡിഗ്രി 1. എന്ത് പറയാം അപ്പോ? എനി ഐഡിയ? നോട്ട് ഐസോമോർഫിക്. കാരണം ഇവിടെ ഈ അഡ്ജസൻസി പ്രിസർവ് ചെയ്തിരിക്കുന്നത് വിത്ത് ഡിഗ്രി 2 ആൻഡ് 2 ഡിഗ്രി 1 വരുന്നതാണ്. പക്ഷെ ഈ കേസിലേക്ക് വന്നപ്പോഴോ 2 പേരുടെ ഡിഗ്രി 2ഉം ഒരാൾക്ക് മാത്രമാണ് ഡിഗ്രി 1 വന്നിട്ടുള്ളൂ. ആ ഒരു അഡ്ജസൻസി പ്രിസർവ്ഡ് ആവുന്നില്ല അല്ലെ? അല്ലെങ്കിൽ അവരുടെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് അല്ല. അതായത് എക്സ് പോലെ ഒരു വെർട്ടെക്സ് ആണോ വൈ? എക്സ് എന്താണോ അഡ്ജസൻസി കീപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം വൈയും വേണ്ടത്. എക്സ് അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന വെർട്ടിസസുകളുടെ ഡിഗ്രി അല്ല വൈയിലേക്ക് വന്നപ്പോൾ അവിടെ ആ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് നോട്ട് പ്രിസർവ്ഡ്. therefore the graph G and H are not isomorphic. അത് ഞാൻ നോട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് നോട്ട് നോക്കിയിട്ട് അതൊരു പാരഗ്രാഫ് പോലെ എഴുതി തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നോട്ട്സ് അയക്കാം. ഇന്നിപ്പോൾ ഐസോമോർഫിസ് ആയിരുന്നു എടുക്കാൻ ഉദ്ദേശിച്ച ഭാഗം, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിന്റെ 1-2 പ്രോബ്ലംസ് കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുള്ളൂ. സോ നമുക്ക് അറ്റൻഡൻസ് എടുത്തിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ സെഷൻസ് പറഞ്ഞതിലപ്പോ? അത്യാവശ്യം നോട്ട്സ് ഉണ്ടെന്ന് എഴുതാൻ. അപ്പൊ അത് സാറ്റർഡേക്കുള്ളിൽ നോട്ടുകൾ കംപ്ലീറ്റ് ആക്കി വെക്കണം. കംപ്ലീറ്റ് ആക്കി പോവുക കേട്ടോ. ഇന്ന് പഠിക്കുന്നത് ഇന്ന് തന്നെ അത് നോട്ടാക്കുകയും ആ ഗ്രാഫ് വരയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകില്ല. ഓക്കെ.